ഹലോ നമസ്കാരം. ചന്ദ്രകാന്ത ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്ന് ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിലത്തെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ മാസം എങ്ങനെയാകും, സെപ്റ്റംബർ 2025 നിങ്ങൾക്ക് എങ്ങനെയാകും എന്നുള്ളതാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ഗ്രൂപ്പുകളുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങൾക്ക് ഈ സെയിം വിഷയത്തിൽ ഒരു വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, റീഡിംഗ് ബുക്ക് ചെയ്യുന്നതിനാണ് ഞാൻ കോൺടാക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. പിന്നെ അതുപോലെ മാത്രമല്ല, എന്തുകൊണ്ടത് എടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ പേഴ്സണൽ വേർഷൻ സൗജന്യമായിട്ട് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് ചിലരെന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ തെറ്റിദ്ധരിക്കുന്നതാണ്. ബുക്ക് ചെയ്യണമെങ്കിൽ, ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ളത്. വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അതിൽ കോളുകൾ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. വാട്സപ്പിലൂടെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സെപ്റ്റംബർ 2025 എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പൊതുവെ ഒരു എനർജി എന്തായിരിക്കും, പൊതുവെ നിങ്ങൾക്ക് എങ്ങനെയാണ് സെപ്റ്റംബർ മാസം അനുഭവപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സെപ്റ്റംബർ മാസം പൊതുവെ ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് എങ്ങനെയാകും? സെപ്റ്റംബർ 2025 ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ട് കളക്റ്റീവ്സിന് എങ്ങനെയാകും? ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം അനുഭവിക്കുന്ന ഒരു മാസം എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ, ആർക്കും എന്നോട് സ്നേഹമില്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്ന ഒരു മാസമാണെന്ന് കാണുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ സാധ്യത കാണുന്നുണ്ട്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിട്ടും നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങളുടെ ആയുരാരോഗ്യം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിട്ടും കാണുന്നു. അപ്പോൾ രോഗശാന്തി ആണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ, ക്ലാരിഫൈ ദ ടവർ. യെസ്, ഒരുപാട് മാറ്റങ്ങൾ. അതായത് ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ അറിവുകൾ തരുന്ന, ഓക്കെ, പുതിയ അറിവുകൾ തരുന്ന, പുതിയ കാഴ്ചപ്പാടുകൾ തരുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും എന്നും കൂടെ കേൾക്കുന്നുണ്ട്. സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾക്കൊരു മാറ്റം, ഒരു അപ്ഗ്രേഡ് നമ്മൾ കാണുന്നു. ഒരു സമൃദ്ധിയുടെ ഒരു എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ഫലം ലഭിക്കുന്ന മാസമായിരിക്കും സെപ്റ്റംബർ മാസം. ഓക്കെ, അതിന് പിന്നാലെ നമുക്ക് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ഡിവൈൻ യൂണിയൻ എനർജി ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവ്ലി വിവാഹമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിവാഹബന്ധമൊക്കെ വരാൻ ഒരു സാധ്യത കാണുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു അലൈൻമെന്റ് അടുത്തിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വളരെ വ്യക്തമായ ഒരു കൺഫർമേഷൻ കിട്ടാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾ എവിടെയാണ് എന്നനുസരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും ഒരു വളരെയധികം ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അലൈൻഡ് ആയിട്ടുള്ള, എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന, അതിനനുസരിച്ച് അതുപോലെയുള്ള നിങ്ങൾക്ക് എന്തിനൊക്കെ നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, ചില നിങ്ങളുടെ ജീവിതത്തിൽ ചില ആസ്പെക്ട്സ് ഉണ്ട്, അതിൽ മേഖലകൾ, അതിൽ ആ വിജയം ആഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ
ആ ആഗ്രഹിക്കുന്ന ഒരു വിജയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്, ആ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഓക്കെ, അതിനൊക്കെ ഉള്ള ഒരു സാധ്യതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് അനുസരിച്ചിട്ടുള്ള റിസൾട്ട്, അതാണ് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ കാണുന്നത്. അതുപോലെ നിങ്ങൾ ഏത് എനർജിയിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ കൂടുതലായിട്ടും അട്രാക്ട് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിൽ കൂടുതലുമായിട്ട് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ കൂടുതൽ എന്താ പറയുക, മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കഴിവതും, അങ്ങനത്തെ ചിന്തകളെയൊക്കെ കഴിവതും എന്താ പറയുക, നിരുത്സാഹപ്പെടുത്തുക എന്നും കൂടെ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവസരത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്താകും എങ്ങനെയാകും എന്നറിയാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട്, ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചതിന് നല്ല രീതിയിലായിരിക്കാം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വഴിത്തിരിവായിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുന്നത് ആ ഒരു മേഖലയിൽ. പക്ഷെ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യുക. ആ ഒരു എനർജി എനിക്ക് കിട്ടണേ. ഒരു ആഘോഷത്തിന്റെ ഒക്കെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചിലപ്പോൾ ചില ആഘോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ എന്ന് കാണുന്നു. പൊതുവെ ഒരു നിങ്ങളെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഓക്കെ, ഈ പറഞ്ഞ പോലെ നിങ്ങൾ കൂടുതലും ഈ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിൽ, സന്തോഷമുള്ള മുഹൂർത്തങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഇതുപോലെ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പിന്നെ പ്രകടമായ ചില മാറ്റങ്ങളൊക്കെ വളരെ എന്താ പറയാ, ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന അങ്ങനത്തെ ചില കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നിങ്ങൾ അങ്ങനെ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഒരു കാര്യമായ മാറ്റം വരുന്നുണ്ട്, ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട്, അതനുസരിച്ചിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, കിട്ടുന്നുണ്ട് എങ്കിൽ, കൺഫർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് ഇത് വരുന്നത് സെപ്റ്റംബറിലാണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ കരിയർ, ഓക്കെ, കരിയറുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പൊ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഞാൻ നോക്കുന്നത്. ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യലും ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ, നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാകും എന്ന് നോക്കാം. വളരെ നല്ല കാർഡാണല്ലോ കിട്ടിയേക്കണേ. 6 of Wands, ഒരു വിജയം. ഓക്കെ, കാര്യവിജയം എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്രതീക്ഷിതമായ കാര്യവിജയം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിലൊരു വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ നിങ്ങൾ കാത്തിരിക്കുകയാണ്, ഈ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ക്ഷമ നിങ്ങൾ കാണിച്ചതിനും നിങ്ങളെടുത്ത ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് സെപ്റ്റംബറിൽ എന്തായാലും കിട്ടും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. നമുക്ക് 4 of Cups ആണ് കിട്ടിയിരിക്കണേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്ത് നിന്ന്, ഒരു സോഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം, അതായത് ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ ആ ഒരു ആഗ്രഹം, അത് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഒരുപാട് നിങ്ങൾ വളരെ ഹാപ്പി ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലം കിട്ടുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, ഒരു സംതൃപ്തി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെസ്, വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഒരു ലൈം ലൈറ്റിൽ നിർത്തുന്നതാണ്. ലൈം ലൈറ്റിൽ നിർത്തുന്ന ഒരു നേട്ടമാണ്. അപ്പോൾ ഈ ഒരു ജോലിയിൽ നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ കിട്ടുന്ന ജോലി ആയിരിക്കാം. ഓക്കെ, അത് ആരും ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് കിട്ടും എന്നുള്ളതിൽ നിങ്ങൾക്ക് അത്ര പോസിബിലിറ്റി തോന്നിയിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾ എന്താ പറയാ, എങ്ങനെ ചിലപ്പോൾ ഈ ഒരു മെന്റാലിറ്റി ആയിരിക്കും, എനിക്ക് ആഗ്രഹം ഇതാണ്, പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷനിൽ അതെങ്ങനെ കിട്ടും എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കിട്ടും എന്നുള്ളത്. ആ ഒരു മെന്റാലിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ റിച്വൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി വർക്കൗട്ട് ആവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന ആക്ഷൻസ് എടുക്കുക, ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുന്നത്, ആ ക്ഷമ അതുപോലെ തന്നെ കാണിക്കുക. കാരണം സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ വിജയമാണ്, നിങ്ങളുടെ മാസമാണ്, നിങ്ങളിലേക്ക് അറ്റൻഷൻ വരികയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു നേട്ടം കൊണ്ട്, നിങ്ങളുടെ ഒരു ആഗ്രഹം സബലീകരിക്കുന്നത് വഴി നിങ്ങൾ ലൈം ലൈറ്റിലാവുകയാണ്. ഓക്കെ, അത് കണ്ടു, അതൊരു
ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾ എത്തണേ. അപ്പോൾ ഒരു അൺഎംപ്ലോയിഡ് ആയതിൽ നിന്ന് എംപ്ലോയിഡ് ആകുക, ജസ്റ്റ് എംപ്ലോയിഡ് ആകുക എന്നല്ല, ആ എംപ്ലോയിഡ് ആകുന്നത് ഒരു എന്താ പറയണ്ടേ, ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടുന്നുള്ളത്. ഓക്കെ, അവർ ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുമ്പോൾ കിട്ടുമായിരിക്കും, വിഷമിക്കേണ്ടതൊക്കെ പറഞ്ഞിട്ടില്ല, അവരുടെ ഉള്ളിൽ അതൊക്കെ എങ്ങനെ നടക്കാനാ, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, അവരുടെയൊക്കെ വായടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം, ഒരു നേട്ടം, അത് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്. അവർ ചിലപ്പോൾ പറയും എന്തൊരു ഭാഗ്യമാണ്. ഭാഗ്യമല്ല, നിങ്ങൾ അതിനുവേണ്ടി എത്രമേൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 7 of Pentacles കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ കാർഡുകളെല്ലാം കുറച്ചുകൂടെ വിസിബിൾ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾക്കത് നിങ്ങളോട് പറയുന്നത് ആ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ ഒട്ടും ഒരു എന്നെ കൊണ്ട് ഇത് പറ്റുമോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ അതിനെ കംപ്ലീറ്റ്ലി റെഡിയാണ്, നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു വലിയ വിജയം എന്ന രീതിയിലുള്ള ഒരു ഓഫർ, ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുക, വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഓക്കെ, ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്, ഇത് നിങ്ങൾ അർഹിക്കുന്നതാണ്, നിങ്ങൾ അത്രമേൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള റിസൾട്ടാണ് എന്ന് മനസ്സിലാക്കുക. ചുറ്റുള്ളവർ എന്തുവേണമെങ്കിലും പറയട്ടെ, ഓക്കെ നിങ്ങളുടെ ഭാഗ്യമാണെന്നോ ഒക്കെ പറയട്ടെ, പക്ഷെ ഇത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ടാണ്. എനിക്ക് പലപ്പോഴും ഹാർഡ് വർക്ക് എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മുടെ മെന്റാലിറ്റിയിൽ വരുത്തേണ്ട മാറ്റങ്ങളായിരിക്കും, നമ്മുടെ സബ് കോൺഷ്യസ്ലി നമ്മൾ ചെയ്യുന്ന റീപ്രോഗ്രാമിംഗ് ഒക്കെ ആയിരിക്കും. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക, നല്ലൊരു മാസമായിട്ട് കാണുന്നുണ്ട്. ഇനി ഓൾറെഡി ജോലി ഉള്ളവർക്ക് സെപ്റ്റംബർ 2025 അവരുടെ കരിയറിൽ എങ്ങനെയാകും എന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ജോലിയുള്ള കളക്ടീവ്സിന് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഈ സെപ്റ്റംബർ 2025 എങ്ങനെയാകും? Okay, clarify the King of Swords. ഒരു ജോലിയിൽ ഒരു ഹയർ ലെവലിലേക്ക് പോകാൻ ഒരു സാധ്യത, ഒക്കെ ഒരു അവസരം ചിലപ്പോൾ വരികയായിരിക്കും എന്ന് കാണുന്നു. അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ഇങ്ങനെ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നിങ്ങളുടെ കരിയറിൽ. എന്നെക്കൊണ്ട് അങ്ങനെ പറ്റൊന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ കരിയറിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ സെയിം കാര്യം നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ആ സെയിം സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകേണ്ടി വരും. പക്ഷെ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ, ആ സിറ്റുവേഷനിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവുകളെ കുറിച്ച് തിരിച്ചറിയണം. കാരണം ഇപ്പോൾ നിങ്ങൾ കുറച്ച് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നെ കൊണ്ട് ഇങ്ങനെ കഴിയില്ല എന്നൊക്കെ കുറച്ച് ചിന്തകളുണ്ട്. പക്ഷെ അതിനെ തിരുത്താൻ സഹായിക്കുന്ന ഒരു അവസരമാണ് വരുന്നത്. അത് നിങ്ങൾ സ്വീകരിക്കുന്നതനുസരിച്ചാണ്. കാരണം നിങ്ങളോട് പറയുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യണം, സറണ്ടർ ചെയ്യുക. ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതൊരു ചാലഞ്ചായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. കാരണം അത് സ്വീകരിച്ച് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയം ഉറപ്പാണ്. ഓക്കെ, ആ വിജയത്തില് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കരിയറിൽ അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ കഴിവുകൾ എന്താണ്, ഓക്കെ, നിങ്ങൾക്ക് അതുവരെ നിങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്ന സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായൊരു ബോധ്യം ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഒരേ സമയം ഇതൊക്കെ എന്നെ കുറിച്ച്, അയ്യോ ഇതൊക്കെ ശരിക്കും എന്റെ തെറ്റിദ്ധാരണയായിരുന്നു, എനിക്ക് ഈ കഴിവുകളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു എന്ന ഒരു ബോധ്യത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണെന്നും കൂടെ കാണുന്നുണ്ട്. യെസ്, കുറച്ച് ചാലഞ്ചിങ് ആണ് എന്ന് കാണുന്നു. പക്ഷെ ആ ചാലഞ്ച് നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സിന്റെ ഒരു ഇത്. കാരണം ചോയ്സ് ഇസ് ഇൻ യുവർ ഹാൻഡ്. അപ്പൊ നിങ്ങൾക്കാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ട് തരാണ് യൂണിവേഴ്സ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാകും. ഓക്കെ, ചാലഞ്ചിങ് ആണ്, മാത്രമല്ല കരിയറിൽ കാര്യമായൊരു മാറ്റവും കൊണ്ടുവരും ഇത് എന്ന് കാണുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ നെഗറ്റീവ് തോട്ട്സിൽ നിങ്ങൾ സ്റ്റക്കായി പോകരുത്. ഓക്കെ, കുറച്ച് ചാലഞ്ച് കാണുമ്പോഴേക്കും അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അങ്ങനെയല്ല, അത് എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് അതിനായി ശ്രമിക്കാം. ഓക്കെ, അത് നമുക്ക് ശ്രമിച്ചു നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ എന്നുള്ളത്. മുന്നേ കൂട്ടി നമ്മൾ മനസ്സിൽ പറയുന്നത് അങ്ങനെ വിശ്വസിച്ചിരിക്കരുത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആ കംഫർട്ട് സോണിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതായിരിക്കില്ല യാഥാർത്ഥ്യം. അത് അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെയും കാണുന്നത്. അപ്പൊ ആ യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരാനാണ് യൂണിവേഴ്സ് ഈ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ കൃത്യമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ, ധൈര്യപൂർവ്വം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ നേരിട്ട് കഴിഞ്ഞാൽ, ആ ഒരു അവസരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറും. അതിനോടൊപ്പം നിങ്ങൾക്കൊരു വിജയം, കാര്യമായൊരു വിജയം, ഒരു നേട്ടം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ.
ഇനി നമ്മൾ നോക്കുന്നത് കുടുംബ ബന്ധങ്ങൾ അതുപോലെ സൗഹൃദങ്ങൾ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളിലും നിങ്ങളുടെ സെപ്റ്റംബർ 2025 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? അപ്പൊ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് മേഖലകളിലെ ഗ്രൂപ്പ് കൊണ്ട് ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് സെപ്റ്റംബർ 2025 എങ്ങനെയാകും? Clarify the Hermit. അപ്പോ ഈ കുടുംബ ബന്ധങ്ങളിലെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ സൗഹൃദങ്ങളിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. ഓക്കെ, ഒരു കൺഫ്യൂഷൻ, അതായത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊരു ചിന്ത ഓക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സത്യം എന്താണ് എന്നൊരു ക്ലാരിറ്റി വേണം, ഒരു വ്യക്തത വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വരുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. അപ്പൊ ആ സെപ്റ്റംബർ മാസത്തില് എന്താണ് എങ്ങനെയാണ് എന്താണ് എനിക്കൊരു പെട്ടെന്ന് മനസ്സിലൊരു മലയാളത്തിലെ ഒരു ഒരു ഫ്രേസ് ഉണ്ട്, അത് ഓർമ്മ വന്നു, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് അറിയണില്ല. ഓക്കെ, കതിരും പതിരും തിരിച്ചറിയോ അങ്ങനെ എന്തോ ആണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കില്ല. ശരിയായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയുമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അങ്ങനെ മനസ്സിലായില്ലേ? ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് ഇല്യൂഷൻ, ഓക്കെ, എന്താണ് സത്യം, എന്താണ് കള്ളം, ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി അറിയുന്ന ഒരു മാസം. അപ്പോ നിങ്ങൾക്ക് വല്ല തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സത്യമാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ടും ചിലപ്പോൾ ആരെയൊക്കെ കൂടെ നിർത്തണം, ആരെയൊക്കെ അകറ്റി നിർത്തണം എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, അതിന്റെ ബേസിലായിരിക്കാം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ബിഹേവിയറിൽ നിന്നായിരിക്കാം നിങ്ങളുടെ ഇപ്പോൾ കുടുംബത്തിലുള്ളവരുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ, ഓക്കെ, കുടുംബത്തിലുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് ബന്ധുക്കളുടെ ബിഹേവിയറോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ബിഹേവിയർ എന്നായിരിക്കാം, ആരൊക്കെ വിശ്വസിക്കണം, ആരൊക്കെ കൂടെ നിർത്തണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരാളാണ് എങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. പിന്നെ ആരൊക്കെയാണ് നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ജീവിതത്തിൽ ഉയരാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള ഒരു വ്യക്തതയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ആ ആളുകളിൽ നിന്ന്, ഓക്കെ, ആ ഒരു വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലും നിങ്ങളുടെ ബന്ധുക്കളിലും. അവര് മുന്നോട്ട് വരുന്നുണ്ട് നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ. അവിടെ അവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് വരിക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഉയരണം എന്നവർ അത്ര ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അവരോട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു സപ്പോർട്ട്, അവരുടെ സഹായം നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അങ്ങനെ അവരുടെ ആ ഒരു സ്നേഹമൊക്കെ ഒരുപാട് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ ഒരു സത്യം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു സത്യം പുറത്തേക്ക് വരുന്നതോടെ അപ്പൊ നിങ്ങൾക്കുള്ള കൺഫ്യൂഷനും മാറും. അവിടെ മനസ്സിലായോ? ചില ബന്ധങ്ങൾ അവസാനിക്കുന്നുണ്ട് കേട്ടോ, അതും പറയണല്ലോ. ചില കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലെ ആ യാഥാർത്ഥ്യം, ആ സത്യം പുറത്തു വരുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ നല്ലതല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവുകയാണ്. ഓക്കെ, ഇവര് നല്ലതല്ല, ഇവരെ കൂടെ നിർത്തുന്നത് എനിക്ക് നല്ലതല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. നിങ്ങൾ അവരെ ആ ബന്ധം നിങ്ങൾ അവിടെ അവസാനിപ്പിക്കുക. കാരണം നിങ്ങൾ അതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നല്ലതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യം നമ്മുടെ കൂടെ കൊണ്ടിറക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് കാണുന്നത്. സോളാർ പ്ലെക്സിസ് ചക്ര, ഹാർട്ട് ചക്ര, ഈ രണ്ട് ചക്രാസും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് കാണുന്നുണ്ട്. ആ രണ്ട് ചക്രയുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ എന്താ പറയണ്ടേ കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും കൂടുതലായി ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അപ്പോ ഒരു എന്താ പറയാ, സോളാർ പ്ലെക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിനൊക്കെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളായി നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എന്താ പറയണ്ടേ ഒരു ചക്ര ആണ് സോളാർ പ്ലെക്സസ്. ഓക്കെ, അത് ഹാർട്ട് ചക്രയ്ക്ക് തൊട്ട് താഴെയുള്ളതാണ്. ഹാർട്ട് ചക്ര എന്ന് പറഞ്ഞാൽ ഓപ്പൺ, റിസെപ്റ്റീവ് ആവുക. നമുക്ക് വരുന്ന സ്നേഹം, നമുക്ക് തരുന്ന ഒരു മറ്റുള്ളവർ തരുന്ന സ്നേഹവും കരുതലൊക്കെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. ഇമോഷണലി വൾണറബിൾ ആകാൻ പറ്റുക. ഓക്കെ, അതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അവിടെ ഒരു തീരുമാനത്തിലെത്തേണ്ടി വരും അല്ലേ. ചില ബന്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരും. അത് മറ്റുള്ളവർ അപ്രൂവ് ചെയ്യണമെന്നില്ല. മറ്റുള്ളവർ ചിലപ്പോൾ ക്ഷമിക്കാനായിട്ട് പറയും, അത് സാരമില്ല, അത് അങ്ങനെ ഉണ്ടായതല്ലേ, ക്ഷമിച്ചൂടെ. പക്ഷെ നിങ്ങളുടെ തീരുമാനം, നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടല്ലോ, അല്ല ഇനി ഇനി
ഒരു അവസരം കൊടുക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുമെങ്കിൽ അത് കേൾക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതാണ് അവിടെ. അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നവര്, നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ ആ സ്നേഹം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റണം. ആ ഒരു സ്നേഹം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റണം. ഇത് സ്നേഹം എന്നല്ല, സഹതാപാണ്, അല്ലെങ്കിൽ അവര് എന്തെങ്കിലും വേറെ ഒരു അൾട്ടീരിയർ മോട്ടീവ് വെച്ചിട്ടാണ് എന്നെ സഹായിക്കണേ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായി? അവിടെ ആ ഒരു സ്നേഹത്തിന് റിജക്ട് ചെയ്യാൻ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ ഹാർട്ട് ചക്ര, സോളാർ പ്ലെക്സസ് ചക്രയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹീൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ചക്രയുടെയും സോളാർ പ്ലെക്സസ് ചക്രയുടെയും ബീജ് മന്ത്രാസ് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. അത് കേട്ടിരിക്കുന്നതും കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രണയബന്ധം, അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒരു വിവാഹ ബന്ധം, ഈ രണ്ട് കാര്യങ്ങൾ ഈ സെപ്റ്റംബർ മാസത്തിൽ എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 പ്രണയബന്ധത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവര്, അതുപോലെ വിവാഹം കഴിഞ്ഞവര്, അവരുടെ ആ ഒരു ബന്ധം, വിവാഹ ജീവിതം, അതുപോലെ തന്നെ പ്രണയബന്ധം ഒക്കെ ഈ സെപ്റ്റംബർ 2025 എങ്ങനെയാകും? ഓക്കെ, നമുക്കിവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചോയ്സസ്. ഓക്കെ, അപ്പോ ഓൾറെഡി ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻ, അത് ടോക്സിക് ആണെന്ന് അറിഞ്ഞ് അതിനിങ്ങനെ മൂടി വെച്ച്, ഓക്കെ, മറ്റുള്ളവരുടെ മുന്നിൽ ഹെൽത്തി ആയിട്ടുള്ള കണക്ഷൻ ആണെന്ന് കാണിക്കുക, അല്ലെങ്കിൽ സന്തോഷിക്കുകയാണ്, സന്തോഷമുള്ള ഒരു ജീവിതമാണ്, അങ്ങനെ അഭിനയിച്ച് വരുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളത് അവസാനിപ്പിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ. ഓക്കെ, മൂടി വെച്ചത്, അതായത് ശരിയായ അവസ്ഥ എന്താണെന്നുള്ളത് മറ്റുള്ളവരോട് പറയാതിരിക്കുന്ന ഇത് നിങ്ങൾ മാറ്റി നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ അറിയിക്കേണ്ട ഇത് അത്ര ഹെൽത്തി ആയിട്ടുള്ള കണക്ഷൻ അല്ല, വളരെ ടോക്സിക് ആണ്, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾ ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതെല്ലാവർക്കും ഉള്ളതല്ല, അത് ആരൊക്കെയാണ് അതിലൂടെ പോകുന്നത് അവർ മാത്രം അതെടുക്കുക. വേറെ ചിലരുടെ കാണുന്നത് നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള ഒരാളായിരിക്കാം. ഓക്കെ, ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ കാണുന്നില്ല. ആ ഒരു വ്യക്തി, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, അത് അവരും ഈ പറഞ്ഞ പോലെ ഹിഡൻ ഫീലിംഗ് ആണ്, അവർ അറിയിച്ചിട്ടില്ല നിങ്ങളോടൊരു താല്പര്യമുള്ളത്, അവർ പറയാതെ ബാക്കി വെച്ച ചില കാര്യങ്ങളുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കും അവരോട് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കാം. എനിക്ക് അവരുടെ പെർസ്പെക്റ്റീവ് എന്നാണ് കിട്ടുന്നത്. അവര് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വരികയാണ്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ആണെങ്കിലും അതിനെ സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അവരുടെ ആ ഒരു താല്പര്യം നിങ്ങളോട് അറിയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ ആ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഒരു പുതിയ തുടക്കത്തിന് പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ അത് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ താല്പര്യമാണ്, പക്ഷെ ആ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്ക് പ്രണയബന്ധത്തിൽ, വിവാഹബന്ധത്തിലായിട്ട് കാണുന്നത്. അപ്പൊ റെസൊനേറ്റ് ചെയ്യുന്നതിനെ എടുക്കുക. ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പ് 1 പൊതുവായിട്ട് സെപ്റ്റംബർ 2025 യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ് നോക്കാം. ഈ പറഞ്ഞ റീഡിങ്സിന്റെ ഒക്കെ ബേസിൽ ഗ്രൂപ്പ് 1 എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് വളരുന്നതിനായിട്ട്, ഓക്കെ, നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ആ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക. അപ്പോൾ ഓരോ എക്സ്പീരിയൻസസും നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്ന ഒരു കാഴ്ചപ്പാടോടെ അതിനെ സ്വീകരിക്കാൻ പറയുന്നു. പിന്നെ കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ അവസാനിക്കുന്ന കാര്യങ്ങളിൽ അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക. കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച്, കാരണം നിങ്ങളൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു എനർജി നമുക്ക് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പഴയ കാലത്തെ നല്ല ഓർമ്മകളെ മാത്രം കൂടെ കൂട്ടാൻ പറയുന്നു. പിന്നെ മനസ്സമാധാനം നിറഞ്ഞൊരു സമയം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം കൊണ്ടുവരുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ അവസരങ്ങളെ സ്വീകരിക്കുക.
ആ ഒരു മനസ്സമാധാനം കൊണ്ടുവരുന്നതിന് ഫോക്കസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇമോഷണലി നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ. എക്സ്ട്രീം ഇമോഷന്റെ ബേസിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ നിങ്ങളോട് എടുത്തു പറയുന്നു. ഉണ്ടാകുന്ന ഓരോ നേട്ടങ്ങൾക്കും ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും അതിനെ അക്നോളജ് ചെയ്യാനും യൂണിവേഴ്സിനോട് നന്ദി പറയാനും അത് ആഘോഷിക്കാനും പറയുന്നുണ്ട് കേട്ടോ. വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ അത് ആഘോഷിക്കണം. നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ആണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ചില ആഗ്രഹ സബലീകരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭാവിയിലും ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനാണ് പോകുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങളിൽ വരേണ്ടത്. ഓക്കെ. ഇപ്പൊ ഇത് സംഭവിച്ചു, ഇനി ഭാവിയിൽ എന്താണാവോ അങ്ങനെ ചിന്തിക്കരുത്. ഇനി നല്ലതാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ എനിക്ക് ഫലം കിട്ടി, ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല ഫലമാണ് കിട്ടിയത്, ഇതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് നല്ലത് തന്നെയായിരിക്കും. അങ്ങനെ ഒരു എന്താ പറയാ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ. എല്ലാത്തിലും ഉപരി നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്റ്റംബർ മാസത്തില് നിങ്ങളിലേക്ക് വരുന്ന ഓരോ അനുഭവങ്ങളും അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ, അതിലൂടെ കടന്നു പോകാൻ നിങ്ങൾ തയ്യാറാണ്. ഓക്കെ. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസും, സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ ഇതിന് റെഡിയാണ്, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന ഒരു മെന്റാലിറ്റിയോടെ ഒക്കെ വേണം അതിനെ സമീപിക്കാൻ എന്ന് പറയുന്നു. അതുപോലെ അതുപോലെ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. ഓക്കെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങൾ എന്ന വ്യക്തി വേറൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി നിങ്ങളുടെ ആ ഒരു ബേസിക് നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിനെ മാറ്റിമറിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുന്നതാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമായ മാർഗം. ഓക്കെ. അത് നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റീനെ എംബ്രേസ് ചെയ്യാണ്. അത് ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകാനും അത് അനുഭവിക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1-ന് ഒരു സെപ്റ്റംബർ 2025 സംബന്ധിച്ചൊരു റീഡിംഗ് ആണ് കിട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസ് ആണ് നൽകാനുള്ളത്? ഓക്കെ. ഒരു വട്ടം കൂടെ. ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്ത് തിരിച്ചു വരാം കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്ലൂവേ കാണുന്നുണ്ടാവുള്ളൂ. ഇവിടെ ഒരുപാട് എണ്ണം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കണ്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 11, 13, 17, 20, 21, 23, 27, 28. ഓക്കെ. അതുപോലെ വ്യാഴാഴ്ചകളും ഞായറാഴ്ചകളും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. 11-ാം തീയതി വ്യാഴാഴ്ചയാണ്. പിന്നെ 21ഉം 28ഉം ഞായറാഴ്ചയാണ്. ഓക്കെ. അപ്പോൾ യെസ്, അപ്പൊ ആ ഡേറ്റും നമുക്ക് വന്നിട്ടുണ്ട്, ആ വീക്ക് ഡേയും വന്നിട്ടുണ്ട്. അപ്പൊ ആ ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ലിബ്ര, സ്കോർപിയോ, പൈസിസ് പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. സ്പ്രിംഗ് സീസൺ, അതായത് മാർച്ച് തൊട്ട് മെയ് വരെയുള്ള മാസങ്ങൾ, മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ. ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ജൂലൈ മാസം നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. EPHRF ഈ ലെറ്റേഴ്സ് ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരു സെപ്റ്റംബർ മാസത്തിൽ എങ്ങനെ തയ്യാറെടുക്കണം, എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത, എന്തിനോടൊക്കെയാണ് നിങ്ങൾ അലൈൻഡ് ആയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റിയും ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ
നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ നല്ല ഒരു സന്തോഷം നിറഞ്ഞ ഒരു സെപ്റ്റംബർ മാസം ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സെപ്റ്റംബർ 2025 എങ്ങനെയാകും. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ സെപ്റ്റംബർ 2025 എങ്ങനെയാകും. Clarify the Page of Swords. Clarify the Hanged Man. Clarify the Six of Wands. Clarify the Ace of Cups. ഞാൻ കേൾക്കുന്ന ഒരു കാര്യം തന്നെ തിരിച്ചറിവുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുടക്കമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മേഖലയിലായിരിക്കാം നിങ്ങൾ കുറച്ചും കൂടെ ശോഭിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മികച്ചതാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിനായി പരിശ്രമിക്കുന്നുണ്ടാവാം, അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച്, നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ സംബന്ധിച്ച്. ഓക്കെ, ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, അതിന് നിങ്ങൾ കുറച്ചും കൂടെ അലൈൻഡ് ആകേണ്ടതുണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് കുറച്ച് ഒരു കാഴ്ചപ്പാടുകളുണ്ട്. ഇങ്ങനെയാവും സംഭവിക്കുക, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും, ഇന്നത് കൊണ്ടാണ് നേരം വൈകുന്നത്, അങ്ങനെയൊക്കെ. അതെല്ലാം അപ്പാടെ മാറ്റിമറിക്കുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുടക്കം, നിങ്ങൾ ആ ക്യൂൺ ഓഫ് വാൺസ് എനർജിയിലേക്കാണ് മാറുന്നത്. ഓക്കെ, നിങ്ങളൊരു വിജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് കാണുന്നു, നേട്ടങ്ങൾ നേടിയെടുക്കുന്ന ഒരാളായിട്ട് കാണുന്നു. അങ്ങനെ ഒരു പവർഫുൾ പൊസിഷനിലാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. പക്ഷെ ആ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു എന്താ പറയാ, നിങ്ങൾ അതുവരെ വിശ്വസിച്ചിരുന്നതല്ല, അല്ലെങ്കിൽ അതുപോലെ ചിന്തിച്ച പോലെയല്ല കാര്യങ്ങൾ എന്ന് മാത്രമല്ല, ആ ശരിയായ അറിവ് എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചു വെച്ചത്, ഓക്കെ, മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടാവും, ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താലാണ് നടക്കുക എന്നൊക്കെ. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ള, ഓക്കെ, ചിലപ്പോൾ ഇതുവരെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിസ്ഡം ആണത്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുതിയ അറിവാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതാനുഭവത്തിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് അറിവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ആ ഒരു പുതിയ തുടക്കം, ആ ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്ന രീതി, അത് നിങ്ങളുടെ ജീവിതത്തിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് ഓൾറെഡി ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ കൺഫർമേഷൻസ്, സയൻസ് യൂണിവേഴ്സ് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു മാറ്റത്തിന് തയ്യാറായിക്കോളൂ, അങ്ങനെ ഒരു നിങ്ങൾ വേണമെങ്കിൽ 555 എന്ന നമ്പർ എല്ലാവിടെയും കാണുന്നുണ്ടാവും. എവിടെ നോക്കിയാലും 555 എന്ന നമ്പർ. അത് ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളെന്ന വ്യക്തിയിലെ നിങ്ങളുടെ വിശ്വാസങ്ങൾ, കാഴ്ചപ്പാടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണത്. ഓക്കെ, ആ ഒരു മാറ്റം. പക്ഷെ ഞാൻ അതിനോട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു അറിവ് കിട്ടുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു അറിവ് കിട്ടുന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്പിരിച്വലി നിങ്ങൾ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആകുന്ന, പുതിയ അറിവുകൾ നേടിയെടുക്കുന്ന, മാത്രമല്ല നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലും നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഒരുപാട് കാര്യമായ മാറ്റം, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന
ഒരു മാസം. അതാണ് നമുക്ക് കാണുന്നത് ഇവിടെ. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു സയൻസ് ഓൾറെഡി കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വിശ്വസിക്കാനും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് അതിൽ ഒരുപാട് അറിവുകൾ നിങ്ങൾ നേടുന്ന ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം. ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട്. അത് ജീവിതവുമായി ബന്ധപ്പെട്ട് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കാം. അത് നേടുന്ന ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം. ഇനി നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളക്റ്റീവ് ആണെങ്കിൽ, ഓക്കെ, അപ്പൊ അതിനായിട്ട് അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സെപ്റ്റംബർ മാസം നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 2 ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കളക്ടീവ്സ്, അവരുടെ സെപ്റ്റംബർ മാസം എങ്ങനെയാകും? ഓക്കെ, നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ റീഡിങ്സ് ഓൾറെഡി കേൾക്കുന്നവർക്ക് അറിയാം, ഞാൻ 3 ഓഫ് പെൻറ്റക്കിൾസ്, പ്രത്യേകിച്ച് ഒരു കരിയർ ആസ്പെക്റ്റിൽ എനിക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അത് ഡ്രീം ജോബ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആഗ്രഹിച്ച ജോബിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയതായിട്ട് കാണുന്നുണ്ട്. ആ കഷ്ടപ്പാടുകൾക്ക് അവസാനമാണ് ഉണ്ടാവണേ സെപ്റ്റംബർ മാസം. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ കുറെ ചിന്തിച്ചു കൂട്ടിയ, ഓക്കെ, കുറെ സ്ട്രെസ്ഡ് ആകുന്നുണ്ടെങ്കിൽ അതിനൊരു അവസാനം ഉണ്ടാക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. ഇവിടെ എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു സക്സസ്, നിങ്ങളുടെ ആ ഡ്രീം ജോബിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ട് കാണുന്നു. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ആ ജോബിലേക്ക് എത്തുന്നത് നിങ്ങൾ എടുക്കുന്ന ചില ഡിസിഷൻസിന്റെ ബേസിലാണ്. അതിൽ ആദ്യത്തെ ഒരു ഡിസിഷൻ ഒരു പക്ഷേ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു മിനിറ്റ്, ഈ ഒരു പുറത്തെ ലൈറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്നാണ് ഇരുണ്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, അതായത് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു പോയിന്റ്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾ തീരുമാനിക്കണം, ഓക്കെ, ഞാൻ ഇനി ഇങ്ങനെ അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്യില്ല, നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല, ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്യാണ് ഇനി ഇല്യൂഷൻ അല്ലെങ്കിൽ ഡെല്യൂഷനിൽ ഞാൻ എൻ്റെ ഡ്രീം ജോബിനെ മാനിഫെസ്റ്റ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക. അതായത് നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ ആൻഷ്യസ് ആയി ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തുന്നത്. ഓക്കെ, ഓൾറെഡി എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുകയാണ് അടുത്ത മാസം തൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും 3D റിയാലിറ്റി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പോസിറ്റീവായിട്ട് ഇരിക്കുള്ളൂ, ഞാൻ എന്തായാലും എൻ്റെ ജോബ് നേടിയെടുത്തിരിക്കും, ആ ജോലി എനിക്ക് കിട്ടിയിരിക്കും. അങ്ങനെ ഒരു ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ആ ഡിസിഷൻസിന്റെ എൻഡ് റിസൾട്ട് ആണ് നിങ്ങൾ ആ ജോലിയിലേക്ക് എത്തിപ്പെടുന്നത്. നിങ്ങളും ആ ജോലിയുടെ എനർജിയും തമ്മിൽ അലൈൻഡ് ആകുന്നത്, അതിന് ആ ജോലി നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ ഡ്രീം ജോബ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നത്. യെസ്, നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു അവസരമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷെ നിങ്ങൾ ധൈര്യപൂർവ്വം ആ ഒരു അവസരം ചൂസ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നു. ആ ഡിസിഷൻ എടുക്കുന്നതാണ്, ആ ഒരു ഡിസിഷൻ അതാണ് ആക്ച്വലി എന്താ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നത്. പക്ഷെ അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത് അതിനു മുൻപ് നിങ്ങൾ എടുക്കുന്ന ചെറിയ ചെറിയ ചില തീരുമാനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഓവർ തിങ്ക് ചെയ്യില്ല, ഓക്കെ, അനാവശ്യമായിട്ട് ജോലി കിട്ടാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല, സ്വയം പഴിക്കില്ല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ തീരുമാനിക്കുന്നുണ്ടാകും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങളാണ് നിങ്ങളെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിങ്ങളെ അഗെയിൻ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ട സിറ്റുവേഷൻ ആണ്. അതും നിങ്ങൾ ചെയ്യുന്നു, ധൈര്യപൂർവ്വം നിങ്ങൾ അത് ചെയ്യുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ ആ ഡ്രീം ജോബിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഇനി ജോലി ഉള്ള ഒരു ആളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നയൻ ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ നയൻ ഓഫ് വാൻഡ്സ്. Clarify the Wheel of Fortune. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഓൾറെഡി സ്ട്രഗിൾസ് കാണുന്നു. നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ദിവസവും ഓരോ ചാലഞ്ചസും ഫേസ് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു സിറ്റുവേഷന് ഒരു അവസാനം വരികയാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചാലഞ്ചസ് ആഫ്റ്റർ ചാലഞ്ചസ്, ഒരു ചാലഞ്ച് കഴിയുമ്പോൾ അടുത്തത്, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത്
അതിനെ മറികടന്ന് വരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലിയിൽ അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം കൂടെ ഒരു അവസാനം ഉണ്ടാവുക. ഓക്കെ, അതാണ് ടവർ മൊമെന്റ് കാണിക്കുന്നത്. പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുക. ഓക്കെ, ആ ടവർ മൊമെന്റ് സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ ചാലഞ്ചസും ഈ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്നിച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം നിറഞ്ഞൊരു സമയം ഉണ്ടാവണം. അതിന്റെ അവസാനം ടവർ മൊമെന്റ് അൺറിസൾട്ട് ആണ് 6 ഓഫ് സോർഡ്സ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്, ചിലപ്പോൾ ചില ജോലി നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കാം. കാരണം നിങ്ങൾക്ക് ആ ജോലിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഈ ജോലിയിൽ ഇരിക്കുന്നതാണ് എന്റെ പ്രശ്നം. ഓക്കെ, ഇതിനേക്കാളും വേറെ ഏതെങ്കിലും ജോലിയിലേക്ക് പോകാം. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിങ്ങൾ ഒരു ജോലിക്ക് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ സ്വന്തമായ ഒരു ബിസിനസ്, ഒരു സംരംഭത്തിലേക്ക് കടക്കുന്നു. അങ്ങനത്തെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ്. ഞാൻ അത് പറഞ്ഞപ്പോൾ കണ്ട സമയം 40 40 എന്നുള്ള നമ്പറാണ്. നിങ്ങളും ചിലപ്പോൾ ആ നമ്പർ കാണുന്നുണ്ടാവാം. പ്രത്യേകിച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു നിർണായകമായ തീരുമാനം എടുക്കുമ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ 24 മണിക്കൂറിൽ ഈ ഒരു നമ്പർ സ്പെസിഫിക്കലി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ്. ഓക്കെ, പക്ഷെ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ടവർ മൊമെന്റ്സ് ഉണ്ടാവുന്നു, പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ, നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നു. എല്ലാത്തിന്റെയും അവസാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുന്നു. ചിലപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ മാറുന്നതായിരിക്കാം. നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നിങ്ങൾ മാറുകയായിരിക്കാം, വേറൊരു നാട്ടിലേക്ക് മാറുകയായിരിക്കാം, റീലൊക്കേറ്റ് ചെയ്യായിരിക്കും ജോലിയുടെ ഭാഗമായിട്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ സമാധാനം നിറഞ്ഞ ഒരു ജീവിതമാണ് തരുന്നത്. ഓക്കെ, കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. ഇനി കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും, ഈ ഒരു മേഖലയിലെ ഗ്രൂപ്പ് 2-ന്റെ സെപ്റ്റംബർ 2025 എങ്ങനെയാകും? കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഗ്രൂപ്പ് 2-ന്റെ സെപ്റ്റംബർ 2025 എങ്ങനെയാകും? Clarify the 4 of cups. Thank you. 3 of wands, Ace of cups, 6 of swords. Again നിങ്ങൾക്ക് 6 of swords രണ്ടാമത്തെ പ്രാവശ്യം വരണം. ഓക്കെ, കുടുംബ ബന്ധങ്ങളിൽ, അതായത് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബന്ധുക്കള്. ഓക്കെ, അങ്ങനത്തെ റിലേഷൻ ആണ്, വിവാഹ ബന്ധമല്ല പറയണേ. ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള കണക്ഷനെ കുറിച്ചല്ല പറയണേ, അത് നമ്മൾ സെപ്പറേറ്റ് നോക്കുന്നുണ്ട്. ബാക്കി കുടുംബ ബന്ധങ്ങൾ, ബന്ധുക്കളുമായിട്ടുള്ള ഒരു റിലേഷൻ, അപ്പൊ അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഓക്കെ, ചാലഞ്ചസ് ഉണ്ട്, നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങളും, നിങ്ങൾ കുറച്ച് നിരാശ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് പുരോഗതി ഉണ്ടാവുക. സൗഹൃദങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലും ഒരു പുരോഗതി. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ, നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില ബന്ധങ്ങളായിരിക്കാം, നിങ്ങൾ അത് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുകയാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുപോലെ തിരിച്ച് സ്നേഹിക്കുന്ന, നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന, നല്ലതിലും നല്ല സമയത്തും കഷ്ടപ്പാടിലും ഒരുപോലെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ എന്നും കൂടെ ഉണ്ടാകണം. അങ്ങനത്തെ ആളുകളെയാണ് സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളെപ്പോഴും അങ്ങനെയാണ്, മനസ്സിലായോ? അപ്പൊ അതന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ആരൊക്കെയാണോ ഉള്ളത് അവരെ മാത്രം ചേർത്ത് വെച്ചുകൊണ്ട്, അവരിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കി ഈ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടുള്ള കണക്ഷനിലും സുഹൃത്തുക്കളുമായിട്ടുള്ള കണക്ഷനിലും നിങ്ങൾക്കൊരു മനസ്സമാധാനം നിങ്ങൾ അനുഭവിക്കുകയാണ്. കാരണം കൂടുതൽ സ്നേഹമുള്ളവരെ മാത്രം നിങ്ങൾ ചേർത്ത് നിർത്തുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വളരെയധികം അത് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളോട് നല്ല ഇന്റൻഷൻ ഉള്ള, സിൻസിയർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, പുതിയ സുഹൃത്തുക്കൾ കടന്നു വരുന്നു. ഓക്കെ, ഇപ്പൊ ബന്ധുക്കൾ തന്നെ അവര് ആ സ്നേഹം കുറച്ചും കൂടെ അവര് തുറന്ന് പ്രകടിപ്പിക്കുന്നു. കാരണം അവരെടുക്കുന്ന എഫേർട്ട് നിങ്ങൾ അക്നോളജ് ചെയ്യാണ് അവിടെ, മനസ്സിലായോ? അപ്പോ അത് നിങ്ങൾ ആ ഒരു അക്നോളജ് ചെയ്യുമ്പോൾ അവരുടെ സ്നേഹം കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും സപ്പോർട്ടും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ്. പൊതുവേ ഒരു മനസ്സമാധാനം ഉണ്ടാകുന്നുണ്ട്. ആ മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും അത് വേണ്ടെന്ന് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അതിനെ പിന്നെയും അവസരങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ഇനി ഉദ്ദേശിക്കുന്നില്ല, പോട്ടേന്ന് വെക്കുന്നില്ല. നിങ്ങൾ കുറെ നാളായിട്ട് ചിലപ്പോൾ നിങ്ങൾ അവരൊരു വട്ടം വേദനിപ്പിക്കുമ്പോഴും സാരില്ല, പോട്ടെ എന്ന് വെച്ചിട്ട് നിന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ വേണ്ട,
ഇനി വേണ്ട, അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും. അതിലൂടെയാണ് നിങ്ങൾക്ക് മനസ്സമാധാനം നിറഞ്ഞ, ഒരുപാട് സ്നേഹവും സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം കുടുംബ ബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണേ. ഓക്കെ, അണ്ടർലൈൻ എനർജി അഗൈൻ 9 of Wands കണ്ടു. പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം, അതാണ് കാണുന്നത്. ഇനി പ്രണയബന്ധങ്ങൾ, അതുപോലെ വിവാഹ ബന്ധങ്ങൾ. ഓക്കെ, ഈ രണ്ട് മേഖലയിലെ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് സെപ്റ്റംബർ മാസം എങ്ങനെയാകും? ഓക്കെ, നമുക്ക് ക്യൂൺ ഓഫ് വാൻസ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കണേ. ക്ലാരിഫൈ ദ ക്യൂൺ ഓഫ് വാൻസ്, ടെമ്പറൻസ്. നിങ്ങൾ വളരെയധികം അലൈൻഡ് ആകുന്നതായിട്ട് കാണുന്നു, നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആകുന്നതായിട്ട് കാണുന്നു, നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലൊരു അലൈൻമെന്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള എന്താ പറയണ്ടേ വാർത്തകൾ ഉണ്ടാകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി, അതായത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇടയിൽ ആ ഒരു പെർഫെക്റ്റ് കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളിലേക്ക് അവരുടെ ഒരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ വലിയൊരു ഹെയർ സ്റ്റൈലിലോ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടാവും. അതാണ് നിങ്ങളുടെ ആ ഗ്ലോ അപ്പിനെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണുന്നത്. പൊതുവേ നല്ലൊരു മാസം, ഒരുപാട് യാത്രകൾ ചെയ്യാൻ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ യാത്രകൾ ചെയ്യുന്നതിലൂടെ ഈ റിലേഷൻഷിപ്പ് കൂടുതൽ ഹെൽത്തി ആകുന്നതായിട്ടും കൂടുതൽ ഒരു എന്താ പറയണ്ടേ സെക്യൂർ ആകുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള എനർജറ്റിക്കൽ അലൈൻമെന്റ് നടക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അതപ്പം നിങ്ങൾ ഒരുപാട് നാളായിട്ട് അലൈൻമെന്റിന് ശ്രമിക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ കാണാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ ആ വ്യക്തിയെ കണ്ടുമുട്ടാനായിട്ട് ഒരു സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ അടുത്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു ഡിവൈൻ അലൈൻമെന്റ് നടക്കുന്നു. മനസ്സിലായോ? ആ അലൈൻമെന്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ആ കണക്ഷൻ ഫീൽ ചെയ്യാൻ സാധിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് തന്നെയാണ് അത് മനസ്സിലാവുള്ളൂ. ആ ഒരു കണക്ഷൻ, അപ്പോൾ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് ചില സോങ്സ് നിങ്ങൾക്ക് വളരെയധികം ക്ലിക്ക് ചെയ്യും, അതിലെ ലിറിക്സ് ഒക്കെ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതൊക്കെ ആ ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിന്റെ ഹയർ സെൽഫ് ഓക്കെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങളായിരിക്കും. പാട്ടുകളിലൂടെ അല്ലെങ്കിൽ ചില ഫ്രേസസ് നിങ്ങൾ കേൾക്കുന്നതിലൂടെ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ മാറ്റം വരുത്തണമെന്നോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയാ കാത് കുത്തണം, മൂക്ക് കുത്തണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി ചെയ്യാം. ഓക്കെ, ആ ഒരു തോന്നലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗ്ലോ അപ്പിനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത്. അത് ധൈര്യമായിട്ട് ചെയ്യുക, നിങ്ങൾക്കത് വർക്കൗട്ട് ആവും. ഓക്കെ, നിങ്ങൾക്കത് ഒരുപാട് ഗ്ലോ അപ്പ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് 2-നുള്ള അവരുടെ സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീഡിംഗ്. ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്? ആദ്യമേ നമുക്ക് 8 of Wands ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളോട് പറയുന്നത് പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു മാസം. അതിനുള്ള ഒരു അനുകൂലമായ ഒരു അവസ്ഥയാണ് കാണുന്നത് ജീവിതത്തിൽ. അതുപോലെ തന്നെ പുതിയ ഒരു ഫേസിലേക്ക് കടക്കുന്ന പുതിയ കുറെ എനർജീസ് കടന്നു വരുന്ന ഒരു മാസം കൂടിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വരുന്ന നല്ല നല്ല മാറ്റങ്ങളെയൊക്കെ അതിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കാം. ഓക്കെ, പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ജീവിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നു. പിന്നെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്, കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിലായിരിക്കുമ്പോൾ നമ്മൾ എന്ന വ്യക്തിയിൽ മാറ്റം വരുത്തുന്നതിന് പല അനുഭവങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ് യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യാസം വരുത്തുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവണം. അല്ല എന്റെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് പുരോഗതി ഉണ്ടാവില്ല. മനസ്സിലായോ? അതാണ് ഇവിടെ പറയണേ.
പിന്നെ എന്താ ജോയ്ഫുൾ ഓപ്പർച്യൂണിറ്റീസ്, ഇവിടെയും കണ്ടു സെലിബ്രേഷൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ഒരു നേട്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ അത് ആഘോഷിക്കണം എന്നുള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ആഘോഷിക്കണം. മനസ്സിലായില്ലേ? ഇതിപ്പോ എന്തിനാ ആഘോഷിക്കണേ, ഇതൊന്നും ആരും അങ്ങനെ ആഘോഷിക്കില്ല. വേറെ ആരും ആഘോഷിക്കണ്ട, നിങ്ങൾ ആഘോഷിക്കൂ. ഓക്കെ, നമ്മള് ബാക്കി എല്ലാവരും ചെയ്യണത് നമ്മൾ ചെയ്യണമെന്ന് അങ്ങനെയല്ലല്ലോ. ഞാൻ ഇന്നലെ ആരുടെയാണ് ഒരു ഇൻസ്റ്റഗ്രാം റീല്, ഗോകുൽ ഗോകുൽ തന്നെയാണ് പേര്, ആർജെ തോന്നുന്നു. ഞാൻ ആളുടെ റീൽസ് സ്ഥിരം കാണുന്ന വ്യക്തിയാണ്. അതിലെ ആള് ഇങ്ങനെ ആളുടെ ഒരു റീൽ ഇതായിരുന്നു, അമ്മമാരുടെ ഫേമസ് ക്ലീഷേ ഡയലോഗ്സ് ഒക്കെ അതിലിങ്ങനെ അവാർഡ് കൊടുക്കുന്നത് പോലെയായിട്ടാണ് റീൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ എന്നറിയില്ല. അതിലൊരു ഡയലോഗ് ഉണ്ട്, അത് കറക്റ്റ് ആണ്. ഒരാള് എന്താ പറയാ, അവൻ കിണറ്റിൽ ചാടിയാ നീയും കിണറ്റിൽ ചാടുവോ, അങ്ങനെ ഒരു ചോദ്യം. അതായത് അവൻ ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്യുന്നു പറയുമ്പോ എന്നാ അവൻ കിണറ്റിൽ ചാടുമ്പോ നീയും ചാടുവോ എന്നൊരു ചോദ്യമാണ്. പക്ഷെ അത് വളരെ കഴമ്പുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്താ എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യാന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ ഒരാൾ കിണറ്റിൽ ചാടി നിങ്ങളും ചാടുവോ, ഇല്ല. അത് അപ്പൊ നമ്മള് എല്ലാവരും ചെയ്യണില്ല, ചെയ്യാത്തൊരു കാര്യം, വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാൻ ഒരു മടി വേണ്ട. പ്രത്യേകിച്ച് അതുകൊണ്ട് ആർക്കും ദോഷം ഉണ്ടാകുന്നില്ല, ആർക്കും ഉപദ്രവം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഈ നിങ്ങൾക്ക് ഒരു കാര്യം ആഘോഷിക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ ബാക്കി ആരും അങ്ങനെ ആഘോഷിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ഓക്കെ, നിസ്സാരമായി തള്ളിക്കളയുന്നതായിരിക്കും. അത് അവരുടെ രീതി. നിങ്ങളുടെ രീതി അങ്ങനെയല്ല, നിങ്ങൾ അത് ആഘോഷിക്കുന്നു. അങ്ങനെ ആഘോഷിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ആഘോഷിക്കുക. ആരെയൊക്കെ ചേർത്ത് നിർത്തി, ആരൊക്കെ കൂടെ ഉണ്ടാവണം, ആ ഒരു ആഘോഷവേളയിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരൊക്കെ ചേർത്ത് നിർത്തുക. മനസ്സിലായല്ലോ? അപ്പോ ആ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു. അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കൂടെ പറയണം എനിക്ക് തോന്നി. നിങ്ങൾ ആരെങ്കിലും ആ ഒരു റീൽ കാണാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. എനിക്ക് അവരുടെ കണ്ടന്റ് ഒക്കെ വളരെ ഇഷ്ടമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആള് മിക്കതും ഈ ഒരു ആൾ തന്നെയാണ് അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ ആക്ട് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലവണ്ണം എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ നല്ല കണ്ടന്റും ആണ്. എനിക്ക് അതിൽ ഈ ഡയലോഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാളെ എൻ്റെ അമ്മയുടെ അടുത്ത് ഇത് പ്രയോഗിച്ചുള്ളൂ. അപ്പൊ എൻ്റെ അമ്മ അത് പ്രയോഗിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇത് നാളെ പ്രയോഗിച്ചു. സത്യമാണ് അത്. ഞാൻ അറിഞ്ഞപ്പോ കറക്റ്റ് ആണല്ലോ. നമ്മളെങ്ങനെ എല്ലാം മറ്റുള്ള അവരൊക്കെ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാന്ന് മിക്കതിലും നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുക. വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ വേറെ ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ല, വേറെ ആരും ചെയ്യേണ്ട അല്ല, അവര് ചെയ്യുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആഘോഷിക്കണം തോന്നുന്ന കാര്യം ബാക്കിയുള്ളവരൊക്കെ അതിപ്പോ എന്താ ആഘോഷിക്കാനുള്ള എന്ന് അവർ ചോദിച്ചാൽ നിങ്ങൾ ആഘോഷിക്കേണ്ട, ഞാൻ ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളിലേക്ക് വരുന്ന ചില സഹായ ഹസ്തങ്ങൾ എന്ന് ഞാൻ കേൾക്കുന്നു. ഓക്കെ, വളരെ അച്ചടി ഭാഷയാണ് എൻ്റെ വരുന്നത്. അത് ചിലപ്പോ പറഞ്ഞ പോലെ നേരിട്ടൊരു ഓപ്പർച്യൂണിറ്റി തരികയായിരിക്കാം, ഒരു സഹായം അവർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില അഡ്വൈസ് ആയിരിക്കും, ചില സജഷൻ, ചില കമ്മ്യൂണിക്കേഷൻ. അത് നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് നിങ്ങൾ എന്തിനാണോ പരിശ്രമിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില നെഗറ്റീവ് തോട്ട്സിനെ അതിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് പാറ്റേൺ തിരിച്ചറിയിച്ചു തരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു തോട്ട് പാറ്റേൺ തിരിച്ചറിയിച്ചു തരുന്നതായിരിക്കാം. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ നേരിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയും, അതെ ഈ ഒരു ടെൻഡൻസി നല്ലതല്ല കേട്ടോ, അത് മാറ്റണം എന്ന് വളരെ ഡയറക്റ്റ്ലി നിങ്ങളോട് പറയുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളും ഒരു വ്യക്തിയുമായിട്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ നിങ്ങളെക്കാൾ നന്നായി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാവും ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പൊ അവര് നിങ്ങളുടെ കഴിവിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളായിരിക്കും. അപ്പൊ അവര് നിങ്ങൾക്ക് ഇങ്ങനെ കഴിവുണ്ടല്ലോ, ഇങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ അവർ സജസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവണേ, എനിക്ക് ഈ പറഞ്ഞ കഴിവുകളൊക്കെ ഉണ്ടല്ലോ, ശരിയാണല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻസ്, അഡ്വൈസസ് ഒക്കെ, അല്ലെങ്കിൽ അവർ തരുന്ന സജഷൻസ്, ഡയറക്ഷൻസ് എന്ന് ഞാൻ കേൾക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ട്, ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട്, അതിനെ സ്വീകരിക്കണം. അത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, യെസ്. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ട് ഈ ഒരു മാസം. ഓക്കെ, മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാസം. ആ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് വന്നു ചേരേണ്ടതാണ്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കണം. നമുക്ക് ഏസ് ഓഫ് കപ്സ് 2-3 സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ദ അണ്ടർലൈങ് എനർജി അഗെയിൻ ഏസ് ഓഫ് കപ്സ് ആണ്. ചിലപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരു പുതിയ വ്യക്തി കടന്നു വരുന്നുണ്ടായിരിക്കാം. അതും ഇത് പറഞ്ഞ പോലെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ, അയ്യോ
ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? എന്നെ കൊണ്ട് പറ്റുമോ? ഇപ്പൊ ഞാൻ സുഖമായിട്ട് ജീവിക്കുകയാണ്, ഇപ്പൊ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി ഈ ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നൊക്കെ വെറുതെ ചിന്തിച്ചു കൂട്ടി അതിനെ തടയാതിരിക്കുക. ഓക്കെ, വരുന്ന എല്ലാ മാറ്റങ്ങളെയും നിങ്ങൾ സ്വീകരിക്കുക. അതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടി. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ, പുതിയ എനർജീസ്, പുതിയ ബന്ധങ്ങൾ, അതിനെ സ്വീകരിക്കുക. അത് നിങ്ങളായിട്ട് തേടിപ്പോകാതെ നിങ്ങളിലേക്ക് വരുന്നതുണ്ട്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്, അതായത് നിങ്ങളുടെ ആ ഒരു ഇന്നർ ഗൈഡൻസ് പോലും സ്വീകരിക്കൂ സ്വീകരിക്കൂ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അതിനെ നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഫൈനൽ ഗൈഡൻസ്. ഇനി എന്തൊക്കെയാണ് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്? ഓക്കെ, ഒരുപാട് ക്ലൂസ് ഉണ്ട്. അതൊക്കെ ഇവിടെ ഇപ്പുറത്താ വീഴണേ. ഞാൻ ക്യാമറയുടെ പൊസിഷൻ വെച്ചേക്കുന്നതനുസരിച്ച് ടേബിളിൽ കുറച്ച് സ്പേസ് നിങ്ങൾക്ക് കാണില്ല. ആ സ്പേസിലാണ് ഈ കാർഡ്സ് ഒക്കെ വന്ന് വീഴണത്. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് കണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ക്ലൂസും എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രധാനപ്പെട്ട തീയതികൾ 7, 13, 21, 23, 25, 31. ഓക്കെ, സെപ്റ്റംബർ മാസത്തിൽ. ഇതിൽ നിങ്ങളുടെ ജനന തീയതി കണ്ടാൽ അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് കാണുക. ഓക്കെ, പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, വാട്ടർ പ്ലേസ്മെന്റ്, സ്ട്രോങ് വാട്ടർ പ്ലേസ്മെന്റ് ഉള്ള കളക്ടീവ്സിനോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സോഡിയാക് പ്ലേസ്മെന്റ്, നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ പേരില് അല്ലെങ്കിൽ LOZ അല്ലെങ്കിൽ ZVTM ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗ് സൈൻസ് ആകാം. ഓക്കെ, സോറി, സൺ മൂൺ റൈസിങ്സ് അല്ല, ഇവിടെ എന്താ പറ്റിയ വെച്ചാൽ സോറി, സൺ മൂൺ റൈസിംഗ് അല്ല കേട്ടോ. ഓക്കെ, ഡിസ്ട്രാക്റ്റഡ് ആയതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ അവിടെ പറയുന്നത്, അങ്ങനെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. ഓക്കെ, വീണ്ടും പറയാം. LOZVTM നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ. ഓക്കെ, ഇത് ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ റെസനേറ്റ് ചെയ്യുന്നതനുസരിച്ച് എടുക്കുക. പിന്നെ സെപ്റ്റംബർ മാസത്തിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയതായി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച തുടങ്ങാനോ ചൊവ്വാഴ്ച തുടങ്ങാനോ ഒക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും പുതിയൊരു ഹോബി ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ശീലമായിരിക്കാം. ഓക്കെ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. പുതിയതായിട്ട് തുടങ്ങുന്നത് ഞായറാഴ്ച ചൊവ്വാഴ്ചയായിട്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ഈ വന്ന ഡേറ്റ്സും ഓക്കെ, ഞായറാഴ്ച എന്ന് പറയുമ്പോൾ 7, 14, 21, 28 ആണ്. 21ഉം 7ഉം ഓൾറെഡി വന്നിട്ടുണ്ട്, ഞായറാഴ്ചകളാണ് കേട്ടോ. പിന്നെ ചൊവ്വാഴ്ച പറഞ്ഞിട്ടുള്ളത്, ചൊവ്വാഴ്ച 23, യെസ്, ചൊവ്വാഴ്ച 23 വരുന്നുണ്ട്. പിന്നെ 30 വരുന്നത്. പിന്നെ 16, 9, 2 അതൊന്നുമില്ല. അപ്പൊ 23, 21, 7 പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കുറച്ചും കൂടെ. കാരണം ഈ വന്ന വീക്ക് ഡേറ്റ്സും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ദിവസങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വിന്റർ സീസണിൽ വരുന്ന മാസങ്ങൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. സ്പ്രിംഗ് സീസൺ മാർച്ച്, ഏപ്രിൽ, മെയ്. ഇത്രയും മാസങ്ങൾ. ഒക്ടോബർ, മെയ്യും ഇതിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം, ഓഗസ്റ്റ് മാസം, ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി സെപ്റ്റംബറും ഓഗസ്റ്റും വന്നിട്ടുണ്ട്. ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്, ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലേക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഈ സെപ്റ്റംബർ, ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ് നടക്കുന്നത് ഈ ഒരു മാസങ്ങളിലായിരിക്കാം. ഓക്കെ, രണ്ടിനും തുല്യമായ പങ്കുണ്ട് എന്ന് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജനനമാസമായിരിക്കാം, അതും ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ അതുപോലെ വിന്റർ സീസൺ, ഇനി വരുന്ന വിന്റർ സീസണും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ കാര്യമായ ഒരു പ്രധാന പങ്ക് ഉണ്ട് ആ ഒരു വിന്റർ സീസണിൽ. ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ നമുക്ക് വിന്റർ സീസൺ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു മാറ്റം, ഒരു കാര്യമായൊരു മാറ്റം എന്തായാലും വിന്റർ സീസണിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു എക്സ്ട്രാ കൺഫർമേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള റീഡിങ് നിങ്ങൾക്ക്
ഇനി ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ 2 പ്രാവശ്യം പറയുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാ വെച്ചാൽ പലരും വ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും അത് സബ്സ്ക്രൈബിലേക്ക് എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നി അത് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പറയണം എന്നുള്ളത്. പിന്നെന്താണ്, നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പേഴ്സണൽ റീഡിംഗ്, ഒരു വ്യക്തിഗത റീഡിംഗ് എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പിന് തന്നിരിക്കുന്ന നമ്പർ വഴി കോൾ ചെയ്യാതിരിക്കുക. ആ നമ്പർ ഉപയോഗിച്ച് വിളിക്കരുത്, കാരണം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനായിട്ട് സാധിക്കില്ല. വാട്സപ്പ് വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേഗം തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഓക്കെ, ഇത്രയും തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് എത്രത്തോളം റെസിനേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ എന്നെ അറിയിക്കണം. ഇനി അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പിക്കച്ചാം റീഡിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അതും സജസ്റ്റ് ചെയ്യാം. ഓക്കെ, കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അതും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ നല്ല സന്തോഷം നിറഞ്ഞ ഒരു സെപ്റ്റംബർ മാസം ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സെപ്റ്റംബർ മാസം എങ്ങനെയാകും. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ സെപ്റ്റംബർ മാസം എങ്ങനെയാകും. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ സെപ്റ്റംബർ മാസം എങ്ങനെയാകും. ഓക്കെ, നമുക്ക് 8 ഓഫ് സോർഡ്സ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ്. ക്ലാരിഫൈഡ് 8 ഓഫ് സോർഡ്സ്. താങ്ക് യു. 5 ഓഫ് സോർഡ്സ്. Clarify the temperance. ഓക്കെ, അപ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ പൊതുവേ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ചില നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ വീക്ക്നെസ് എന്ന് നിങ്ങൾ കരുതുന്ന കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങൾക്കായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ചില എന്താ പറയണ്ടേ നിയന്ത്രണങ്ങളെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത കഴിവുകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം തീരുമാനിച്ചു വെച്ചിട്ടുള്ള, നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ മാക്സിമം ട്രിഗർ ചെയ്യുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ഓക്കെ, നിങ്ങളത് അതായത് എന്തിനാണത് ട്രിഗർ ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് മനസ്സിലാക്കിച്ചു തരികയാണ് അതൊക്കെ നിങ്ങളുടെ ചിന്തകളാണ്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ്. ഓക്കെ, അതിലൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്യരുത്, അതാണ് സത്യമെന്ന് വിശ്വസിക്കരുത്, അതിൽ നിന്ന് റിലീസ് ആകണം, അതിൽ നിന്ന് ഹീൽ ആകണം എന്ന് നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഒരു അലൈൻമെന്റിൽ എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ വിശ്വസിക്കുന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് തിരികെ ലഭിക്കുള്ളൂ എന്നുള്ളത്. ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ആ ട്രിഗറിങ് മൊമെന്റ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉടനെ അത് തിരിച്ചറിഞ്ഞ് അത് ഹീലിംഗ് ചെയ്യാനായിട്ടുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. കാരണം സെപ്റ്റംബർ മാസത്തില് നിങ്ങളുടെ ജീവിതത്തില് ഒരു എന്താ പറയുക, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമായ ഒരു മാറ്റം. ഓക്കെ, കാരണം ടവർ മൊമെന്റ് ഉണ്ട് ഇവിടെ, ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വഴിത്തിരിവാണ് അത്. പക്ഷെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ആ ഒരു വഴിത്തിരിവ് സംഭവിക്കുമ്പോൾ അതിനെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഉള്ള ഈ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിലൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സെപ്റ്റംബർ ആദ്യ ആഴ്ചകളിലൊക്കെ ആദ്യ പകുതിയിൽ തന്നെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഒക്കെ അവരുടെ ചില വർത്താനങ്ങൾ, അവരുടെ ചില രീതികൾ നിങ്ങൾ ശരിക്കും ട്രിഗർ ചെയ്യും. ആ ട്രിഗർ ചെയ്യുന്നത് എന്താ വെച്ചാല് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ചില നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്, അതാണ് നിങ്ങൾക്കുള്ളില് ആ ഒരു ദേഷ്യം ഉണ്ടാക്കുന്നത്. അവരാ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് എന്താ പറയണ്ടേ വൈകാരികമായിട്ട് അതിനോട് പ്രതികരിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. അവിടെ എന്തുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയി എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദേഷ്യം വന്നു, എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ ആ ഒരു ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആയത് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങളോട് പറയുന്നത്
വളരെ ക്ഷമ കാണിക്കണം ആ സമയത്ത്. ഓക്കെ, ഒരിക്കലും അവര് എന്തേലും പറഞ്ഞ് നിങ്ങൾക്ക് മറ്റുള്ളവര് പറഞ്ഞ പോലെ എന്തേലും അവര് പറയുന്നതിലൂടെ ദേഷ്യം വന്ന അല്ലെങ്കിൽ അവരുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രിഗറിങ്, ഓക്കെ, ഏത് രീതിയിൽ വേണേലും ആയിരിക്കാം. ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ വരുന്നതായിരിക്കും, ദേഷ്യം വരുന്നതായിരിക്കും, സങ്കടം വരുന്നതായിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും ആ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് അത് പ്രകടിപ്പിക്കാനോ പ്രതികരിക്കാനോ നിൽക്കരുത് എന്ന്. അപ്പൊ നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ശരിയാണെന്നോ അല്ലെങ്കിൽ അവർ പറയുന്നത് തെറ്റാണെന്നോ ഒക്കെ നിങ്ങൾക്ക് സമർത്ഥിക്കണം എന്നൊക്കെ ഒരു തോന്നൽ ശക്തമായിട്ടുണ്ടാവും. പക്ഷെ ദയവ് ചെയ്ത് ആ ഒരു എന്താ പറയണ്ടേ വികാരത്തിന്റെ പുറത്ത് നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ വളരെ ക്ഷമ കാണിക്കണം. കാരണം നിങ്ങൾക്ക് അവിടെ ആ ഒരു പോയിന്റ് ആ ഒരു ഉണ്ടാക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല. യൂണിവേഴ്സ് അവിടെ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നിങ്ങളെ കുറിച്ചുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിനെ കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുക. ഇതൊക്കെ നിങ്ങളെ കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ്. ഓക്കെ, ഈ ധാരണകളൊക്കെ മാറ്റേണ്ടതാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ വഴി വേദനിപ്പിക്കുന്ന വഴി അവർ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തൊന്നുമല്ല. അവരെ ഒരു ടൂൾ ആയിട്ടാണ് യൂണിവേഴ്സ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, നിങ്ങൾ അപ്ഗ്രേഡ് ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപകരണമായിട്ടാണ് ആ ആളുകളെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമോ? ഇല്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ ഒരു സമയത്ത് കൃത്യമായി നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് അതുകൊണ്ട് നല്ലതുണ്ടാകുന്നു. മറ്റൊരു ടൂളായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾക്ക് ഓൾറെഡി ഇത്തിരി ദേഷ്യമുള്ള ആളുകളായിരിക്കാം. അതായത് ദേഷ്യം ഇൻ ദ സെൻസ് അവരെപ്പോഴും ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ എന്താ പറയാ, മറ്റുള്ളവരെ ട്രിഗർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അതേ രീതിയിൽ വർത്താനം പറയുന്ന അങ്ങനെ സംസാരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് അവരോട് ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ മാനസികമായിട്ടൊരു അകൽച്ച കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് സെപ്റ്റംബർ മാസത്തില് അവരെ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് അവർ ഉപയോഗിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്നതിന് അനുസരിച്ച് പ്രതികരിക്കാതിരിക്കുക. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. പ്രത്യേകിച്ച് സെപ്റ്റംബർ രണ്ടാമത്തെ ഭാഗം, അതായത് രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഷിഫ്റ്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് ഒക്കെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫിൽ നടക്കുന്ന ഈ ഒരു പ്രൊസീജിയർ അത് കൃത്യമായിട്ട് നടക്കണം. നിങ്ങൾ അതിൽ നിന്ന് റിലീസ് ആകണം. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് ഈ സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആകുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കരിയർ മേഖലയാണ്. അതിൽ ആദ്യം തന്നെ ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ, അവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാകും? ഗ്രൂപ്പ് 3 ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ അവരുടെ സെപ്റ്റംബർ മാസം എങ്ങനെയാകും? ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ക്ലാരിഫൈ. ഓക്കെ, അപ്പോ അണ്ടർലൈങ് എനർജി മജീഷ്യൻ ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ ഈ കടമ്പകളൊക്കെ കടന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ബിലീഫ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട്, എനിക്ക് ഇനി ലഭിക്കേണ്ട ജോലി ഇത്തരത്തിലുള്ളതായിരിക്കണം, ഇങ്ങനത്തെ ആയിരിക്കണം. നിങ്ങൾ അതിന് ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളല്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അസാധ്യം എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നത്. ആ ഒരു കാര്യം എന്താ പറയാ സഫലീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തില് നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്, അതെന്തായാലും സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നടക്കും. എന്ന്, എപ്പോ, എങ്ങനെയെന്നൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ധാരണ ഉണ്ടാവില്ല. ധാരണ വേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ യൂണിവേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യുന്നു. നിങ്ങൾ
നിങ്ങളുടെ ആ വിശ്വാസത്തിനെ മുറുകെ പിടിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹത്തെ മുറുകെ പിടിക്കുന്നു, നിങ്ങൾ അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾ അതിനോട് അലൈൻഡ് ആകാനായിട്ടുള്ള ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ കാണുന്നത്. കാരണം നമുക്ക് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ബിഗ് യെസ് ആണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹത്തിനോട് യെസ് പറയുന്നു, ഗ്രീൻ സിഗ്നൽ തരുന്നു, നിങ്ങൾക്കത് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത. ഓക്കെ, കാരണം ആ ഒരു ഫുൾഫിൽമെന്റ്, നിങ്ങൾ കരിയറിൽ എന്ത് ലഭിച്ചാലാണോ നിങ്ങൾക്ക് ഒരു സംതൃപ്തി ഉണ്ടാകുക, മനസ്സ് നിറഞ്ഞ സന്തോഷം ഉണ്ടാകുക, അതാണ് നിങ്ങൾക്ക് കരിയറിൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി തരുന്ന രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിലൂടെയാണ് അത് ഉണ്ടാകുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒരു യാത്ര, റീലൊക്കേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം. കാരണം നമുക്ക് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഈ ഒരു മാറ്റം ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്റമായിരിക്കാം. ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഓക്കെ, അത് അതേപടി സംഭവിക്കുന്നതിന് ഒരു സാധ്യതയും ഉണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, സന്തോഷിക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജി എന്താണ്, എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. മനസ്സിലായോ? അപ്പൊ യൂണിവേഴ്സുമായി ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഓക്കെ, എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ് ഈ ഒരു സംഭവത്തിലൂടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ട്രാവൽ ആൻഡ് റീലൊക്കേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഓവർസീസ് അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യത എന്തായാലും ഉണ്ട്. അതായത് അത് നടക്കാനുള്ള വളരെയധികം സാധ്യത ഉണ്ട് സെപ്റ്റംബർ മാസത്തിൽ. അതാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ജോലിയുള്ളവര്, ഓൾറെഡി ഗ്രൂപ്പ് 3 ഓൾറെഡി ജോലിയുള്ള കളക്റ്റീവ്സ്, അവർക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഈ സെപ്റ്റംബർ 2025 എങ്ങനെയാകും? Seven of Cups ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ Seven of Cups. Six of Cups. Clarify the Six of Cups. Eight of Wands. Clarify the Eight of Wands. King of Pentacles. Okay. അപ്പൊ നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു സർട്ടൻ ലെവൽ ഓഫ് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പ്രോഗ്രസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് ഉണ്ട്. അതിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അതായത് നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, പക്ഷെ ഏത് ചൂസ് ചെയ്യണം, എങ്ങനെ സ്വീകരിക്കണം, എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അതായത് ഈ മുമ്പിലുള്ള അവസരങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ കരിയറിൽ പ്രോഗ്രസ് കൊണ്ടുവരും. പക്ഷെ അതിൽ ഏത് എടുത്താലാണ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആകുക, നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി കൊണ്ടുവരാം, ഇതിനെ സംബന്ധിച്ച് ഒരു കൃത്യത നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടെ വന്നപ്പോൾ നിങ്ങൾ എന്താ പറയാ, ഏതെടുക്കണം എന്ന് അറിയുന്നില്ല. ആകെ ഒരു അങ്കലാപ്പിലായിട്ടുള്ള ഒരു അവസ്ഥ. ഓക്കെ, ഭയങ്കര ഓവർവെൽംഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ആ ഒരു എനർജിയിലാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിലാണ് അവിടെ ഒരു ക്ലാരിറ്റി വരുന്നത്. അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് കരിയർ സ്പേസിൽ തന്നെ ഈ പ്രൊഫഷണൽ ഇതിൽ തന്നെ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുള്ള, അങ്ങനെ കോണ്ടാക്ട് ഉള്ള, ഫ്രീക്വന്റ് കോണ്ടാക്ട് ഒന്നും നിങ്ങളുടെ ഇടയിൽ കാണുന്നില്ല. അങ്ങനത്തെ ഒരാൾ, നിങ്ങളെക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു, നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പരിചയം ഉണ്ടാവില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി, അവരുടെ ഗൈഡൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അവരുടെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ആ ആളെ കോണ്ടാക്ട് ചെയ്താലോ, ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും, ഈ ആളെ കോണ്ടാക്ട് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ഇതിനൊരു ഹെൽപ്പ് കിട്ടും, പക്ഷെ കുറെ നാളായിട്ട് ഞാൻ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, അവർക്ക് എന്ത് തോന്നുക, ഇപ്പൊ ഒരു ആവശ്യത്തിന് വിളിച്ചൊന്നും തോന്നില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്ത കാരണം നിങ്ങൾ വിളിക്കാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം. കാരണം അവരാണ് കീ. മനസ്സിലായോ? അവർ തരുന്ന ഗൈഡൻസ് ഫോളോ ചെയ്യുമ്പോഴാണ് ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി ഏത് ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകുകയും ആ ഗൈഡൻസ് ഫോളോ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കരിയർ സ്റ്റെബിലിറ്റി, ഓക്കെ, കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗ്രോത്ത്, ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം 8 of Wands ആണ് കിങ് ഓഫ് പെന്റക്കിൾസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് വളരെ സ്പീഡിൽ ആ പ്രോഗ്രസ് ഉണ്ടാവും അവരുടെ ഗൈഡൻസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ
ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവർക്ക് ഒരു മെന്റർ എനർജിയാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള ഒരാളാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ആ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലുള്ള ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു അവസരം വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ഇവരോടൊക്കെ എന്തിനാ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയണമെങ്കിൽ ഇവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരാളാന്ന് വിചാരിക്കില്ലേ, അങ്ങനത്തെ അനാവശ്യമായ ഈഗോ ഒന്നും വെച്ചിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, അറിവുകൾ നേടാൻ ശ്രമിക്കുക. ഒരാളും പൂർണ്ണമായ അറിവുകളുള്ള എല്ലാം തികഞ്ഞ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആണെന്ന് കാണിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അത് വെറും ഒരു കാണിച്ചുകൂട്ടലാണെന്ന് അറിവുള്ളവർക്കറിയാം അല്ലെ. അപ്പോ ആ ഒരു എളിമ ഉണ്ടാകുക, പുതിയ അറിവുകൾ നേടാണല്ലോ. ഇപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ, നിങ്ങളുടെ കരിയറിലുള്ള കൺഫ്യൂഷൻ എങ്ങനെ മാറ്റിയെടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഗൈഡൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ അറിവാ കിട്ടണേ. അപ്പൊ ഭാവിയിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ചിന്തിക്കുക. അപ്പൊ അനാവശ്യമായിട്ടുള്ള ഈഗോ ഒന്നും വേണ്ട. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ഈ പ്രശ്നം അവതരിപ്പിക്കുക. അവര് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച്. അവരുടെ ഗൈഡൻസ് അക്ഷരം തെറ്റാതെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് നിങ്ങൾക്ക് കരിയറിൽ പുരോഗതി ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് 3യിലുള്ള കളക്റ്റീവ്സിന്റെ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ആണ് നോക്കുന്നത്. അത് ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ പറഞ്ഞ 2 മേഖലകളിലും ഈ സെപ്റ്റംബർ മാസത്തിൽ എങ്ങനെയാകും? Clarify the Princess of Coins. വിശ്വാസ്യതയെ കുറിച്ചാണ് പറയുന്നത്. Clarify the Princess of Coins. Clarify the Six of Cups. പഴയ കാര്യം എന്തോ പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് ചിലപ്പോ മുഴുവനായിട്ട് അവസാനിക്കാത്ത എന്തെങ്കിലും ഒരു പഴയ സംഭവം ഉണ്ടായിരിക്കും. അതൊരു കൃത്യമായ ഒരു അവസാനം ഉണ്ടായിട്ടുണ്ടാവില്ല, അതിന്റെ ഒരു അവസാനം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു അത് നിങ്ങളുടെ കുടുംബ ബന്ധത്തിലായിരിക്കാം, സൗഹൃദത്തിലായിരിക്കാം, ചിലപ്പോൾ രണ്ടിലും ഒരുപോലെ സംഭവിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ ആ ഒരു നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ നടന്ന സംഭവം അതിനെക്കുറിച്ച് വീണ്ടും റെഫർ ചെയ്യാൻ വരികയും അതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ വരികയും അവിടെ നിങ്ങൾക്ക് കുറേയും കൂടെ ആ സംഭവത്തിനെ കുറിച്ച് വിവരങ്ങൾ കിട്ടുകയാണ്. അപ്പോഴാണ് ചിലപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂടെ ആരൊക്കെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകൾ ചിലരെ കുറിച്ച് ഉണ്ടായിരുന്നുണ്ടാവാം. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം. അങ്ങനത്തെ വല്ല തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറുകയാണ്. കാരണം ഈ ഒരു ഡിസ്കഷൻ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരും ചെയ്തത് എന്താണ്, പറഞ്ഞത് എന്താണ്, ഇതിനെക്കുറിച്ച് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. ഓക്കെ, അതിലൂടെ ആ പ്രശ്നത്തിന് ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ചില സത്യങ്ങൾ പുറത്തു വരുന്നു. അപ്പൊ ചില ആളുകളെ കുറിച്ച് ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ഇന്റൻഷൻ എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു കൃത്യമായ ധാരണ കിട്ടുന്നുണ്ട്. അത് നല്ല രീതിയിലുണ്ട്, അല്ലാത്തതുണ്ട്. ഓക്കെ, അപ്പൊ ചില ആളുകളെ ഇവരെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ, ഇവർ ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അന്ന് പ്രവർത്തിച്ചത്, എനിക്ക് വേണ്ടിയിട്ടാണ്, എപ്പോഴും എൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നു. ഇവരെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു പോയല്ലോ, ഇവരെന്നെ ചതിക്കാണല്ലോ ചെയ്തത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. രണ്ടും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതോടുകൂടെ ചില കണക്ഷൻസ് കട്ടാവുന്നുണ്ട്, ചില കണക്ഷൻസിന് ഒരു പുതിയ തുടക്കം, ഒരു റീസ്റ്റാർട്ട്, ഒരു റിന്യൂവൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണെങ്കിലും നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത് ശരിക്കും യൂണിവേഴ്സിനെ ഫിൽട്ടർ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ആൾക്കാർ മാത്രം നിങ്ങളുടെ കൂടെ മതി. അതായത് നിങ്ങൾക്ക് നല്ലത് ആഗ്രഹിക്കുന്ന, നിങ്ങളോട് നല്ല ഇന്റൻഷനുള്ള ആളുകൾ മാത്രം മതി എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് യൂണിവേഴ്സിറ്റി ഫിൽട്ടർ ചെയ്യുന്നത്. ആ ഫിൽട്ടർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ അതിനങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോവുക. അവിടെ നമ്മളുടേതായ ഒരു തരത്തിലും കാര്യങ്ങൾ മാറ്റാനും മറക്കാനും നിൽക്കരുത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ അത്രമേൽ വിശ്വസിച്ച ഒരാളാവും നമുക്ക് വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ,
നമ്മൾ ഒട്ടും വിശ്വസിക്കാത്ത എപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ഒരാളായിരിക്കും നമുക്ക് കൂടെ നിന്നത്, നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത്. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാമല്ലോ, നമ്മളൊരു മനുഷ്യനാണ്, നമ്മുടെ ഇടയിലെ തെറ്റുകൾ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണ് എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാകുമ്പോഴാണ് ചെറിയൊരു തെറ്റ് പറ്റുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തത്. അങ്ങനെയല്ല, നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മളൊരു മനുഷ്യനാണ്. നമ്മളും ഇവിടെ വന്നിരിക്കുന്നത് പുതിയ ജീവിതാനുഭവങ്ങളിലൂടെ ഓരോരോ കാര്യങ്ങൾ പഠിക്കാനാണ്. പഠിക്കണേന് ഒരു ഡെഡ് ലൈൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അവിടെ ഇങ്ങനെ ട്രിഗർ ചെയ്യില്ല, ഈഗോ ഒന്നും വന്ന് ഈഗോ ക്ലാഷുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ചില ബന്ധങ്ങൾ അവിടെ അവസാനിക്കുന്നു, ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ചിലത് റിന്യൂ ചെയ്യാണ്, റിന്യൂ ചെയ്യാനുള്ള അവസരം കിട്ടുന്നു, റിന്യൂ ചെയ്യുക. നിങ്ങൾ മനസ്സിലായില്ലേ? ഇനി പ്രണയബന്ധം, വിവാഹബന്ധം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫ്, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള കണക്ഷൻ. ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും? സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ഈ വിവാഹബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധം എങ്ങനെയാകും? തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ല കേട്ടോ അവിടെ. അതായത് ഓൾറെഡി വിവാഹിതരായിട്ടുള്ള ആള് അല്ലെങ്കിൽ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാള് വേറെ ആളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് എന്ന് വിചാരിക്കരുത്. തേർഡ് പാർട്ടി കണക്ഷൻസിനൊന്നും ഞാൻ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാറില്ല എൻ്റെ റീഡിങ്സിൽ. ഓക്കെ, നമുക്ക് ക്യൂൺ ഓഫ് വീൽസ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ ക്യൂൺ ഓഫ് വീൽസ്. Four of Cups. Clarify the Four of Cups. Page of Cups. Clarify the Page of Cups. The Empress. കൊള്ളാമല്ലോ. അണ്ടർലൈൻ എനർജി, ചാരിയറ്റ്. എനിക്ക് ഈ ഡെക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് എൻ്റെ വിഷ് ലിസ്റ്റ് ഇട്ട്, കാരണം ഇത് കുറച്ച് എന്നെ സംബന്ധിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 1000 above ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അത്രയും ഇങ്ങനെ കാത്തിരുന്ന് വാങ്ങിയ ഒരു ഡെക്കാണ്. കാരണം എനിക്ക് ഇതിൻ്റെ ആ ഒരു ആർട്ട് വർക്കും പിന്നെ എന്താണെന്നറിയില്ല, ആ കാർഡിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ ആയിരുന്നു ഫസ്റ്റ് മുതലേ. ഇത് റഷ്യൻ നാടോടി കഥകളുണ്ടല്ലോ, ഫോക്ലോർ, അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പിക്ചേഴ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റൈഡർ വൈറ്റിന്റെ മീനിങ് തന്നെയാണ്, പക്ഷെ ഇല്ലസ്ട്രേഷൻസ് ഡിഫറെന്റ് ആണ്. അത് റഷ്യൻ ഫോക്ലോറുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു പ്രത്യേക എനർജിയാണ്. എനിക്ക് ഈ ഡെക്ക് അതുകൊണ്ട് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഡെക്കാണ്. നമ്മളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ കണക്ട് ചെയ്യാനായിട്ട് എടുത്ത മാസങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മാസം അങ്ങനെ എടുത്തിട്ടുണ്ട്. 3 തൊട്ട് 6 മാസം വരെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഡെക്കും ഞാനും തമ്മിലുള്ള ഒരു കണക്ഷൻ ഫോം ചെയ്യാനായിട്ട്. അതാണ് അവിടുത്തെ ഒരു കളി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് തിരിച്ചു വരാം. ഇവിടെ കാണുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഒക്കെ, നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടുണ്ട്, നിരാശ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം എന്നാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ആണ് ഉണ്ടാവണേ അവിടെ. അപ്പോൾ നിങ്ങൾക്ക് നിരാശയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു. ഓക്കെ, ആ ഒരു സങ്കടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പിന്നെ ആ റിലേഷൻഷിപ്പ് കൂടുതൽ സ്റ്റേബിൾ ആകുന്നതും സെക്യൂർ ആകുന്നതും കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് അതില് നിങ്ങളിലൂടെയാണ് ആ ഒരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി വരുന്നതായിട്ട് കാണുന്നത്. അത് മാത്രല്ല, എംപ്രസ് കാർഡ് ഉണ്ട് ഇവിടെ, വളരെ അബണ്ടന്റ് എനർജി. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളിപ്പോ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ഫാമിലി ബിൽഡ് ചെയ്യാൻ, ഓക്കെ, ഒരു കുഞ്ഞ് എന്നുള്ള ഒരു സ്വപ്നമൊക്കെ ഉണ്ട്, അതിനൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗുഡ് ന്യൂസ് സെപ്റ്റംബർ മാസത്തിൽ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം നമുക്ക് എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. എംപ്രസ് കാർഡ് എപ്പോഴും എന്താ പറയാ, ന്യൂ ബർത്ത് എന്നാണ് പറയാ. അത് ഒരു കുഞ്ഞിന്റെ ജനനം മാത്രമല്ല, ഇപ്പൊ നമ്മുടേതായ ഒരു പുതിയ പ്രൊജക്റ്റ് ഒക്കെ, അതിനൊക്കെ ഒരു ന്യൂ ബർത്ത് എന്നുള്ളൊരു എനർജിയാണ്. പക്ഷെ ഈ ഒരു കോണ്ടെസ്റ്റിൽ ഈ ഒരു കാർഡ് വന്നപ്പോൾ എനിക്ക് ആ ഒരു മെസ്സേജ് സ്ട്രോങ് ആയി കിട്ടുന്നുണ്ട്. ആ ഒരു ഫാമിലിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം എന്നാണ് കാണുന്നത് സെപ്റ്റംബർ മാസം. എന്തായാലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മാരീഡ് ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നു. ഓക്കെ, അതായത് ആ ഒരു സിറ്റുവേഷൻ
നിങ്ങൾക്ക് ഫേവറബിൾ ആയ രീതിയിൽ മാറി മറിയുന്നു. നിങ്ങൾക്ക് അവിടെ ആ ഒരു സങ്കടം മാറി സന്തോഷം വരികയാണ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്നു, കുറച്ചും കൂടെ സ്റ്റേബിൾ ആകുന്നു. ഓക്കെ, ആ ഒരു എനർജിയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോൾ മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, തെറ്റിദ്ധാരണകളായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായി തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു എന്താ പറയണ്ടേ സെപ്റ്റംബർ മാസത്തിൽ. ഇനി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സെൽഫ് ലവിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളും കൂടിയാണെങ്കിൽ, അത് നിങ്ങളോട് എടുത്തു പറയട്ടെ, സെൽഫ് ലവിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാളും കൂടിയാണെങ്കിൽ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയി കാണപ്പെടുന്നുണ്ട് ഈ ഒരു മാസത്തില്. ഓക്കെ, സെപ്റ്റംബർ മാസത്തില്. പിന്നെ നിങ്ങൾ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അതിൽ അങ്ങനെ അധികം പണ്ട് മുൻപ് നിങ്ങൾ എത്രത്തോളം അതിൽ ഇമോഷണലി ഇൻവോൾവ് ആയിരുന്നോ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പാസ്റ്റ് മുന്നത്തെ അത്രയും നിങ്ങളെ വേദനിപ്പിക്കാത്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റിലേഷൻ, ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാർട്ട്ണറിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ഇപ്പോൾ പ്രൊവൈഡഡ് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ. ഓക്കെ, ആ ഒരു എനർജി വളരെ വളരെ സ്ട്രോങ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ റീഡിങ്ങിന്റെ ബേസിൽ യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. സ്ട്രോങ് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് യൂണിവേഴ്സ് ആദ്യമേ പറയുന്നത്. നോ പറയേണ്ടടുത്ത് നോ പറയാം, അവസാനിപ്പിക്കേണ്ടതിന് അവസാനിപ്പിക്കാം. ഓക്കെ, ഇമോഷൻസിനെ വെച്ച് ചിന്തിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്, അല്ലാത്ത സാഹചര്യങ്ങളുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇമോഷൻസിനെ മാറ്റി നിർത്തി ചിന്തിക്കേണ്ടതായിട്ട് വരും, ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ആ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും പ്രത്യേകിച്ച് ഈ എന്താ പറയണ്ടേ, ഈ പറഞ്ഞ പോലെ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ സെയിം മെസ്സേജ് ആണ് ഇപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്യണേ. ചില കാര്യങ്ങളിൽ നമ്മുടെ ഇമോഷൻസിനെ മുൻനിർത്തിയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ചില കാര്യങ്ങളിൽ ആ ഇമോഷൻസിനെ മാറ്റി നിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനത്തെ രണ്ടവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പൊ ലോജിക്കലി ചിന്തിക്കേണ്ടവർക്ക് ഇമോഷൻസിനെ കൊണ്ടുവരാതിരിക്കുക, ഇമോഷണലി ചിന്തിക്കേണ്ടവർക്ക് ലോജിക്കിനെ കൊണ്ടുവരാതിരിക്കുക. പിന്നെ നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മൊമെന്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ, ട്രിഗറിങ് മൊമെന്റ്സ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അത് ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ എന്താ പറയാ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് തളർന്നു പോകരുത് എന്ന് നിങ്ങളോട് എടുത്ത് പറയുന്നു. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്രയും ചാലഞ്ചസ് ഓവർകം ചെയ്ത് ഇപ്പോഴും നിങ്ങൾ സർവൈവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ നിങ്ങൾക്ക് നിങ്ങളിലുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനും. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് എളുപ്പത്തിൽ റിലീസ് ചെയ്യാനും സാധിക്കും. പിന്നെ വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സിൽ നിന്ന് പുറത്ത് കടന്നാൽ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. ആ ആത്മവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളിലൂടെ ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഫസ്റ്റിലേ തുടങ്ങി സത്യമാണ്, കാരണം അണ്ടർലൈങ് എനർജി ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് സിംഗിൾ ആയിട്ടുള്ളവരോടാണ് പറയണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഒരു ന്യൂ ലവ്, അത് വെറും ഒരു പേഴ്സൺ അല്ല. ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിന്റെ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അവരുടെ ഒരു എൻട്രൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ മീറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഈ മാസത്തിൽ, സെപ്റ്റംബർ മാസത്തിൽ. അതൊരു പുതിയ കണക്ഷൻ ആണ്. അപ്പൊ ആരും പാസ്റ്റിൽ നിന്ന് വരുന്നൊന്നുമല്ല, ഇത് നിങ്ങളുടെ ലൈഫ് ലോങ് കണക്ഷൻ ആണെന്ന് കൂടെ ഞാൻ കേൾക്കുന്നു.
ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, പ്രത്യേകിച്ച് ആ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ലോജിക്കലി ചിന്തിക്കാതെ ഇമോഷൻസിനെ മുൻനിർത്തി ചിന്തിക്കാൻ പറയുന്നു. ഓക്കെ, നിങ്ങളെ അത് വരുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയാ, ചിലപ്പോൾ നിങ്ങളുടെ ചില ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ട്രിഗേർഡ് ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ. പക്ഷെ ഇത് നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ ആണ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾ എത്ര വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആയിരിക്കുന്നിടത്തോളം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തി, ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് സെപ്റ്റംബർ മാസത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ അതിന് തയ്യാറാണ്, നിങ്ങൾ അതിന് റെഡിയാണ്, നിങ്ങളത് മനസ്സിലാക്കൂ. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിന് നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് പറയും എനിക്ക് ഇനി സമയം വേണം, ഇത് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിന്റെ കാര്യമാണ്, എനിക്ക് പെട്ടെന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങൾ അതിന് റെഡിയാണ് കുട്ടി. ഓക്കെ, നിങ്ങൾ അതിന് തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ റെഡി ആയിട്ടില്ലെങ്കിൽ, നിങ്ങൾ എനർജറ്റിക്കലി അതിന് തയ്യാറല്ല, നിങ്ങൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി വരില്ല. നിങ്ങൾ തലകുത്തി നിന്ന് ശ്രമിച്ചാലും എത്ര തപസ് ചെയ്താൽ പോലും ഈ വ്യക്തി വരില്ല. കാരണം നിങ്ങൾ അവിടെ അലൈൻഡ് അല്ല. മനസ്സിലായില്ലേ? ഇപ്പോ അത് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നുണ്ട്. ഹീലിംഗ് ഇപ്പോൾ ആ ഒരു ഹീലിംഗിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആണ് ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത്. അതിനുള്ള അവസരം ഈ സെപ്റ്റംബറിലെ ഫസ്റ്റ് 2 വീക്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളത് കൃത്യമായി ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു എംപ്രസ് എനർജിയിലേക്കാണ് മാറുന്നത്, ഡിവൈൻ ഫെമിനിൻ. ഓക്കെ, ആ ബ്യൂട്ടിഫുൾ എനർജിയിലേക്ക് മാറുമ്പോൾ പിന്നെ അവിടെ നിങ്ങൾ പിന്നെ ഒരു കാത്തിരിപ്പില്ല. പിന്നെ നിങ്ങളുടെ മസ്കില് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാണ്. പക്ഷെ അവിടെ ഓടി വിളിക്കാൻ പാടില്ല. ഓക്കെ, പറ്റില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓടി വിളിക്കാൻ പറ്റില്ല. അത് നിങ്ങളതിന് തയ്യാറാണ്. നിങ്ങൾ ഈ ഒരു ചിലപ്പോ ഈ ഒറ്റയ്ക്ക് കുറെ നാള് ആയിട്ട് നിങ്ങൾക്ക് അപ്പൊ തോന്നുന്നതാണ് ഇനി പറ്റില്ല, റിലേഷൻഷിപ്പ് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ റെഡി ആയേ പറ്റുള്ളൂ. നിങ്ങൾ ഫുള്ളി ആ ഒരു വ്യക്തിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. നിങ്ങൾ നിങ്ങളിൽ സെക്യൂർ ആയിരിക്കുക. അതാണ് നിങ്ങളോട് എടുത്തു പറയുന്നത് യൂണിവേഴ്സ്. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് അവരുടെ സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട റീഡിംഗ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അവർക്ക് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? പകുതി ഡെക്കാണ് വീഴാൻ പോയത്, അതാണ് ആ ശബ്ദം ഉണ്ടായത് കേട്ടോ. ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറയുന്നത് 3, 13, 19, 24, 26, 28. നിങ്ങളുടെ ജനന തീയതി ഉണ്ടെങ്കിൽ അത്ര എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പിന്നെ ബുധനാഴ്ചകൾ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾ പുതിയതായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുധനാഴ്ച തുടങ്ങാനായിട്ട് ശ്രമിക്കാം. പിന്നെ പൈസീസ്, ഏരീസ്, ഈ 2 പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. പിന്നെ നിങ്ങളുടെ ജനന മാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ, ഫെബ്രുവരി, മെയ് മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനീഷ്യൽസ് ആണ്. അപ്പൊ ഈ കാണുന്ന ഇതിൽ ഈ ലെറ്റേഴ്സിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ആൽഫബറ്റ്സ് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് IYMPQLHWC. ഓക്കെ, ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ള ലെറ്റേഴ്സ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതും മെസ്സേജസ് മാത്രമേ സ്വീകരിക്കുള്ളൂ, കോളുകൾ സ്വീകരിക്കുന്നതല്ല. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ നല്ല സന്തോഷം നിറഞ്ഞ ഒരു സെപ്റ്റംബർ മാസം ആശംസിക്കുകയാണ്. താങ്ക് യു.